നമ്മൾ ഹാർഡ്സ്കേപ്പിംഗ് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ ചില ഏരിയകൾ അത്യാവശ്യം വലിയ പറമ്പൊക്കെ ഉള്ള ഏരിയാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഫുള്ള് ഹാർഡ്സ്കേപ്പിംഗ് കല്ല് വിരിച്ച് നമുക്ക് അവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു ഏരിയ ഡിസൈഡ് ചെയ്യണം. ഇത്ര ഏരിയ നമുക്ക് നമ്മളെ സ്റ്റോണിന് വേണ്ടിയിട്ട് നമുക്ക് വേണം. അതിൽ നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ടുള്ള പറമ്പിൽ ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുക. ആ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ളൊരു സൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു ബൗണ്ടറി ഞാൻ കാണിച്ചു തരുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ അത്യാവശ്യം ഏരിയ നമ്മൾ സ്റ്റോണിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇവിടെ എങ്ങോട്ട് ബൗണ്ടറി നമ്മൾ പറമ്പ് നമ്മൾ ഈ കെട്ടി തിരിച്ചുകൊണ്ട് തന്നെ നമുക്കിവിടെ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സംഗതികൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ അത് നമുക്ക് നമ്മളെ ഒരു ഭംഗി നമുക്ക് എന്താണ് നഷ്ടപ്പെടാണ്ട് നമുക്കത് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ ഒന്നും നമുക്ക് വെള്ളമോ ചളിയോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊന്നും നമ്മളെ മെയിൻ ഏരിയാസിൽ വരുന്നില്ല. പറമ്പിൽ നോർമലി വരുന്ന സംഗതികൾ പറമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു ഏരിയാസിൽ നമുക്ക് അപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് വളരെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എക്സ്പേർട്ടിനോട് ചോദിച്ചിട്ട് അത് പ്ലാൻ ചെയ്യാം.